ഹായ്. അപ്പോൾ ഒരു ആഫ്റ്റർ ലോങ് ടൈം ഒരു വ്ളോഗ് എടുക്കുവാണ്. ക്രിസ്മസിനും വീഡിയോ എടുത്തു, ഓണത്തിന് വീഡിയോ എടുത്തു. ഇപ്പോൾ വിഷുവിന് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നാളെയുടെ വിഷു വേറെ ഒന്നുമില്ല, ജസ്റ്റ് കടയിൽ പോകുന്നു, കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നു. അതാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പം നാളത്തെ പരിപാടിയും കൂടെ കാണിക്കും. നാളെ വിഷുവിന് ഉള്ള പരിപാടിയും കൂടെ ഈ വീഡിയോയിൽ കാണിക്കാറുണ്ട്. വിഷു വ്ളോഗ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് വെളിയിലോട്ട് പോകുന്നു. അപ്പം ഒരുപാട് ഹെവി ഐറ്റമൊന്നും വാങ്ങില്ല, കുറച്ച് ഐറ്റമാണ് വാങ്ങുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം വിഷു ഒരുക്കണതും അതുപോലെ തന്നെ വിഷുവിൻ്റെ അന്ന് എന്താണ് പരിപാടിയെന്നും ആ വക കുറച്ച് കാര്യങ്ങളായിരിക്കും ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഈ വ്ളോഗിൽ ഉണ്ടാവുക. നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ കുറച്ച് പണി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ലേറ്റായത്. പിന്നെ ഈ പ്രാവശ്യം വിഷുവിന് കുറച്ച് കുട്ടികളുണ്ടാവും. അതെല്ലാം എൻ്റെ കസിൻസാണ്, ചെറിയ കുട്ടികളാണ് എല്ലാം. അപ്പോൾ അവർ ഈ പ്രാവശ്യം വിഷുവിനുണ്ടാവും. കുറച്ച് കഴിഞ്ഞ മാസമായിരുന്നു അമ്പലത്തിൽ ഉത്സവത്തിന് ഇവിടെ വന്നു, അടിച്ചു പൊളിച്ചു, നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടടപ്പായതുകൊണ്ട് അപ്പോൾ അതിൽ കുറച്ച് പേരും കൂടെ നാളെ വിഷുവിന് വരാമെന്ന് പറഞ്ഞു. അപ്പം ഈ പ്രാവശ്യത്തെ വിഷുവിന് കുട്ടികളും ഉണ്ടാവും. ഈ പ്രാവശ്യത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വിഷുവിന് പിള്ളേരുണ്ടാവും, അത്ര തന്നെ. കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുവിനാണ് നമ്മൾ ഈ വീട്ടിലോട്ട് മാറിയത്. ഇപ്പോൾ സെയിം അതേ വീട്ടിൽ തന്നെ അടുത്ത രണ്ടാമത്തെ വിഷു. അപ്പം നമ്മളിവിടെ വന്നിട്ട് ഏകദേശം ഒരു വർഷമായി. 15-ാം തീയതിയാണ് ഈ പ്രാവശ്യത്തെ വിഷു. കഴിഞ്ഞ പ്രാവശ്യം 14-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു വർഷമായി. വേറെ കുറേയൊക്കെ പറയാനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്, പക്ഷെ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, മറന്നുപോയി. ക്യാമറ ഓണാക്കി കഴിയുമ്പോഴത്തേക്കും ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ സാധനം വാങ്ങാനായിട്ട് ഞാൻ MOTയിൽ വന്ന്. സാധാരണ ലുലു മാളിലാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നത്. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എന്തായാലും പെട്ടെന്ന് വരാൻ പറ്റില്ല, കാരണം നല്ല തിരക്കാണ്. അതുപോലെ തന്നെ വിചാരിച്ച കാര്യങ്ങളൊന്നും കിട്ടത്തുമില്ല, തീർന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ റേറ്റും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം സാധനങ്ങൾ വാങ്ങാൻ ഞാൻ MOTയിലാണ് വന്നത്. ഇവിടെ രാമചന്ദ്രൻ്റെ സൂപ്പർ മാർക്കറ്റുണ്ട്. അകത്തോട്ട് കയറിയപ്പം കണിക്കൊന്ന ഇരിക്കുന്നുണ്ട്, പക്ഷേ അത് പ്ലാസ്റ്റിക് കണിക്കൊന്നയാണ്. ലൈഫിൽ ഇതുവരെ പ്ലാസ്റ്റിക് കണിക്കൊന്ന വാങ്ങിച്ചിട്ടുമില്ല, അത് കണിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും കണിക്കൊന്ന പൂവ് കിട്ടും. പക്ഷേ ഇന്ന് ഞാൻ രാവിലെ മുതൽ ഉച്ച വരെ നല്ലതുപോലെ അന്വേഷിച്ചു ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ട്. വണ്ടി എടുത്തിട്ട് ഏകദേശം 5-6 കിലോമീറ്റർ നോക്കിയിട്ട് പോലും കണിക്കൊന്ന കിട്ടിയില്ല. പിന്നെ അതുകൊണ്ട് ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ച്, അതുപോലെ തന്നെ കണിക്ക് വെക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ കുറച്ച് വാങ്ങിച്ച് അങ്ങനെ നേരെ ബില്ലെല്ലാം ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും കിട്ടിയില്ല, എന്നാലും ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങളൂടെ വാങ്ങാണ്ട് കിട്ടാനുണ്ടെന്ന്. അതൊക്കെ ചാല മാർക്കറ്റിൽ വന്നാലേ കിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പക്ഷേ ഞാൻ മാക്സിമം ഉള്ള വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് തിരക്കിൻ്റെ ഇടയിലൊക്കെ പെട്ടെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങിച്ച്, പൂവും അതുപോലെ തന്നെ മയിൽപ്പീലിയും അല്ലാണ്ട് വേറെ ചെറിയൊരു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ പോവാണ്. എനിക്ക് പൂ കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ ഇരുന്നപ്പോഴാണ് വണ്ടി വെച്ചിരുന്ന സ്ഥലത്ത് കണിക്കൊന്ന വിൽക്കുന്നുണ്ട്. ഇനി എന്തായാലും കണിക്കൊന്ന ഫ്രീ ആയിട്ട് കിട്ടാനൊന്നും പോണില്ല, വാങ്ങിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പോയി വാങ്ങി നേരെ വീട്ടിലോട്ട് വന്ന ഉടനെ എന്നെ കുളിച്ചു ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നാളെ രാവിലെ കണി കാണാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കുവാണ്. അങ്ങനെ ഒരുവിധം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊന്നും ഒരു ഇങ്ങനെ ചെയ്യണം, ഈ മൈൽപ്പിയുടെ കാര്യമൊന്നും ഇതൊന്നും പ്ലാനേ ഇല്ലായിരുന്നു. ഇതൊക്കെ സ്പോട്ടിൽ ചെയ്ത കാര്യമാണ് ഈ പീലിയൊക്കെ.
പിന്നെ ഈ സംഭവം ഇങ്ങനെ കർട്ടൻ പോലെ ചെയ്യണ സാധനം ഞാനൊരു 2-3 ദിവസം മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. എൻ്റെ യൂട്യൂബ് എൻ്റെ ക്രിസ്മസ് വീഡിയോയിൽ അവിടെ ഇങ്ങനെ ലൈറ്റ് ചെയ്ത സംഭവത്തിൻ്റെ ആ ഒരു ഹുക്കാണ്, സ്റ്റിക്കറാണ്. ഈ ചാനലിൽ തന്നെ ഉണ്ട് ക്രിസ്മസിന് ലൈറ്റ് സെറ്റപ്പ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഇതുവരെ ഇളക്കിയില്ല, അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത് ഇതിലിങ്ങനെ സാരി പോകും, ഇങ്ങനെ ഈ സാരി ഇങ്ങനെ സെറ്റ് ചെയ്ത്. കാരണം ഈ സാരി കൃഷ്ണൻ്റെ പടം ഉള്ളത് ഞാൻ അമ്മയ്ക്ക് ഒരു 3-4 വർഷം മുന്നേക്ക് ഇത് വിഷുവിനൊക്കെ ഇതായിട്ട് കൊടുത്താണ്. അപ്പോൾ ഈ സാരി അതിൻ്റെ 2-3 വട്ടം വിഷുവിന് ഇത് എടുത്തായിരുന്നു ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെക്കാനായിട്ട്, പിന്നെ എടുത്തില്ല. അപ്പോൾ ഇങ്ങനെ ഈ സാരി ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പം അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം. സാധാരണ ഈ തൂണിലാണ് കഴിഞ്ഞ വർഷം വിഷുക്കണി ഒരുക്കി. അതിൻ്റെ വീഡിയോ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കാണിക്കാം. കഴിഞ്ഞ വർഷം ഇവിടെയായിരുന്നു വെച്ചിരുന്നത്. അപ്പം ഈ പ്രാവശ്യം കുറച്ചും കൂടെ ഒന്ന് ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തു. ഇതെല്ലാം സ്പോട്ടിൽ തോന്നിയ പ്ലാനാണ്. ഈ മയിൽപ്പീലി, ഈ ഇതിൻ്റെ 3 പീലി വേറൊരു കടയിൽ നിന്നും, ഇതിൻ്റെ 2 പീലി വേറൊരു കടയിൽ നിന്നും അങ്ങനെ വാങ്ങിച്ചാണ്. പക്ഷെ എന്നിട്ടും അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒരു ലെവല് പോലെ ആയത് തന്നെ അതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്ന സംഭവമാണ്. ഇനി വേറെ ഒന്നുമില്ല, കൃഷ്ണനെ വെക്കണം. കൃഷ്ണനെ ഞാൻ വെക്കൂല, അത് അമ്മ രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് അമ്മ സെറ്റപ്പ് ചെയ്യും. വലിയ കൃഷ്ണനല്ല, ചെറിയ കൃഷ്ണൻ. വലിയൊരു കൃഷ്ണൻ ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. അപ്പോൾ അത് മുന്നേ ഒരു 2023-24 ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ കാണിക്കാം. ആ കൃഷ്ണനാണ് നമ്മളിൽ ഉണ്ടായിരുന്നത്. കൃഷ്ണൻ പൊട്ടിപ്പോയി. പിന്നെ ഇപ്പം ഈ കാണിക്കുന്ന കുഞ്ഞു കൃഷ്ണൻ എന്ന് പറയുന്നത് ഞാൻ 6-ലോ 5-ലോ പഠിക്കുമ്പോൾ വാങ്ങിച്ചതാണ്. കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് ചെറിയ കൃഷ്ണൻ. നമ്മൾ വലിയ കൃഷ്ണനെ വെച്ചിട്ട് വിഷുക്കണി ഒരുക്കുമ്പോഴും ആ ചെറിയ കൃഷ്ണൻ സൈഡിലുണ്ടാവും. കാരണം അതാണ് മെയിൻ. മറ്റത് വലുത് നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കണത്, വിളക്ക് കത്തിക്കുമ്പോൾ വെക്കുന്നത് ആ കുഞ്ഞു കൃഷ്ണനാണ്. അപ്പോൾ വലിയ കൃഷ്ണൻ പോയതുകൊണ്ട് വർഷങ്ങളായിട്ട് വെക്കുന്ന കൃഷ്ണൻ ഇത്രയേ ഉള്ളൂ. കൃഷ്ണൻ വലിയ സെറ്റപ്പൊക്കെയാണ്, പക്ഷെ കൃഷ്ണൻ ചെറുതാണ്. അപ്പോൾ പിന്നെ അത് മതി. അപ്പോൾ അതാണ് ഇവിടെ വന്നത്. അതിനെ ഇപ്പോൾ വെക്കൂല. ബാക്കി പിന്നെ എന്തൊക്കെ വെക്കണം എന്നൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറിയണം. ഇഷ്ടംപോലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും വീഡിയോ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ല. ഞാൻ വാങ്ങിച്ചത് അല്ലെങ്കിൽ അമ്മ വാങ്ങിച്ചത് ഇവിടെ ഉള്ളതൊക്കെ വെച്ചിട്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള പറയണ പോലെ ഉള്ളതുകൊണ്ട് വിഷുക്കണി ഒരുക്കണം. ആദ്യമായിട്ടാണ് ഈ വിഷുവിന് വയ്ക്കുന്നത്. ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. എപ്പോഴും വിചാരിക്കും വാങ്ങണം. ഈ പ്രാവശ്യം അങ്ങനെ വാങ്ങിച്ചത്. നിന്റെ ഒരു അനുഭവത്തിൽ ഈ വീഡിയോ എടുക്കുന്ന ആളോടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് എത്ര രൂപയായിരിക്കും? ഇത് ഒരു 20. ഇത് 20 ഞാൻ ഇപ്പൊ വാങ്ങിച്ചത്. 3-4 കട കയറിയിട്ടാണ് എനിക്ക് പറഞ്ഞ ഇഷ്ടപ്പെട്ടത്. പിന്നെ റേറ്റ് ഇഷ്ടപ്പെട്ടില്ല, ക്വാളിറ്റി ഇഷ്ടപ്പെട്ടില്ല. 3 കട കയറിയിട്ട് 3-ാമത്തെ കടയിലാണ് ഇത് ഇഷ്ടപ്പെട്ടത്. അതും ഇതൊരു ചെറിയ സൈസാണ്. ഇതിന്റെ ചെറുതുണ്ടാന്ന് പറഞ്ഞോ. ഇത് എത്ര പറയുമ്പോൾ 100 രൂപയാണ്. 100 രൂപ. 130-നുണ്ട്, കുറച്ചും കൂടെ സൈസ് വലുത്. 130-നുണ്ട്. ഞാൻ ആദ്യം എടുത്തത് നല്ല വലുത്, ഈ വളക്കിൻ്റെ അത്ര സൈസുള്ളത്. അത് 230 രൂപ. 200 കൂടുതലുണ്ട്. പിന്നെ കുറഞ്ഞത് 180, പിന്നെ കുറഞ്ഞതാണ് 100. അതാണ് ഇത് ഇഷ്ടപ്പെട്ടു. ഈ പ്രാവശ്യം വാൽക്കണ്ണ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഒരു വാൽക്കണ്ണ വാങ്ങിച്ച പക്ഷേ തീരെ ചെറുതായിപ്പോയി. ഇതുകൊണ്ട് സിൽവർ ആയതുകൊണ്ട് നല്ല രസമുണ്ട്. ഇത് എത്രയെന്ന് അറിയാമോ? എല്ലാ പ്രാവശ്യവും നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടും, കുറച്ച് അന്വേഷിച്ച് പറക്കി എങ്കിലും കിട്ടും. ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് പൈസ കൊടുത്ത് വാങ്ങണം. ഫ്രീ ആയിട്ട് കിട്ടി. ഞാൻ കാണിച്ചില്ല. സത്യം പറഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. ഇത് മതി. പക്ഷെ എനിക്കെന്തോ സാറ്റിസ്ഫൈഡ് ആയില്ല, സന്തോഷം ആയില്ല. കാരണം ഇത് വിരിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഇത് മുട്ട പോലെ ഇരിക്കും. പിന്നെ ഇത് പല സ്ഥലത്ത് പല റേറ്റാണ്. ഇതിന്റെ കുറച്ചേ ഉള്ളൂ. അത് 100 രൂപയാണ് ചാല മാർക്കറ്റിൽ. അതായത് കണ്ട, ഇതാണ് 70 രൂപ. പിന്നെ ഇതിൽ കുറച്ച് എക്സ്ട്രാ പൂ കിടപ്പുണ്ട്. അത് ലാസ്റ്റ് പാക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ കുറച്ച് പൂവും കൂടെ വെച്ചതാന്ന് പറഞ്ഞപ്പോൾ അവർ ആ പൊഴിഞ്ഞത് കിടക്കുന്നത് ആ ചാക്കിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് എല്ലാം ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. അത് കാണിച്ച് ഈ വിളക്ക് കത്തിച്ചതിന് ശേഷം രാവിലത്തെ ഭംഗി അത് പോവും. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഫുള്ള് റെഡിയാക്കിയിട്ട് പിന്നീട് വിളക്ക് കത്തിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഗുമ്മില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഫുള്ള് സെറ്റാക്കി
ബാക്കി ഇനി വിളക്കൊക്കെ കത്തിച്ച് രാവിലെ കണി കാണാൻ നേരത്ത് നിങ്ങൾക്ക് കണി കാണിച്ചു തരാം. അതല്ലേ ഭംഗി. അതുകൊണ്ട് ഇപ്പം ഇവിടെ വെച്ച് നിർത്തണം. അതുപോലെ തന്നെ ഏകദേശം മണി ഇപ്പോൾ 1:30 മണിയായി. ഇനി രാവിലെ എണീച്ച് കണി കാണാനുള്ളതാണ്. അതുപോലെ ഫുള്ള് വേർത്ത് കുളിച്ച് ആകെ ഇതായി. കുളിച്ചിട്ടാണ് ഈ സംഭവം ചെയ്തത്. പക്ഷെ പിന്നെയും ഇപ്പോഴത്തെ ചൂട് കാരണം കുളിച്ച് വേർത്ത്. അതുപോലെ ക്യാമറമാൻ അമ്പാടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനും ഉറക്കം പറഞ്ഞു, എനിക്കും ഉറക്കം പറഞ്ഞു. എപ്പോൾ ഇറങ്ങിയതാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി. അങ്ങനെ ആകെ തളർന്ന് പറഞ്ഞു കൂടുതൽ ഓവറാക്കണ്ട. നാളെ നിങ്ങൾക്ക് ബാക്കി ഇതെല്ലാം വിളക്കെല്ലാം കത്തിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ബൈ. ഒരു കാര്യം പറയാനാണ് വന്നത്. നമ്മൾ ഇന്നലെ കണിയെല്ലാം സെറ്റ് ചെയ്തു, എല്ലാം റെഡിയാക്കിയിട്ടാണ് നമ്മൾ കിടന്നത്. പക്ഷേ എന്തോ ഭാഗ്യക്കേട് കൊണ്ട് അത് രാവിലെ ആയപ്പോഴത്തേക്കും ആ കർട്ടൻ പോലെ ഉണ്ടായിരുന്നത്, ആ ബാക്ക്ഗ്രൗണ്ട് സാരി വെച്ചിരുന്നതെല്ലാം അയിഞ്ഞ് വീണായിരുന്നു. അപ്പോൾ അതെല്ലാം അയിഞ്ഞ് വീണു. അപ്പോൾ പിന്നെ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, രാവിലെ ആകാറായി. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടാണ് കിടന്നത്. എന്തോ ഭാഗ്യക്കേട് കൊണ്ട് അതെല്ലാം അയിഞ്ഞ് വീണു. പിന്നെ ഒന്നും ചെയ്തില്ല, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റൂല. അങ്ങനെ പിന്നെ ആ എങ്ങനെയാണ് ഇരുന്നത് അതുപോലെ ഫുൾ സെറ്റ് ചെയ്തിട്ട് വിളക്ക് കത്തിച്ച് എല്ലാം റെഡിയാക്കി അമ്മ ബാക്കിയെല്ലാം വെക്കേണ്ടതെല്ലാം വെച്ചു. വിളക്കൊക്കെ കത്തിച്ചു, കൃഷ്ണനെയൊക്കെ വെച്ചു, സൂപ്പറായിട്ട് വെച്ചു. പക്ഷെ നമ്മളിന്നലെ രാത്രി കഷ്ടപ്പെട്ട് ഉറക്കം ഒഴിഞ്ഞ് ആ ഫുൾ സെറ്റപ്പായിട്ടൊക്കെ ചെയ്തത്, ആ ഒരു കർട്ടൻ പോലെയൊക്കെ ഇങ്ങനെ വന്നതും മയിൽപ്പീലിയൊക്കെ ഇങ്ങനെ വെച്ചതും ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്ന എല്ലാം പോയി. ആ കർട്ടൻ പോലെ ഉണ്ടായിരുന്നത് മാത്രം ഇല്ല. ബാക്കി തലേദിവസം രാത്രി വെച്ചതുപോലെ എങ്ങനെയാണോ അതുപോലെ ഫുൾ വെച്ച് റെഡിയാക്കി. അമ്മ ഫുള്ള് വിളക്ക് കത്തിച്ചു, കൃഷ്ണനെയൊക്കെ വെച്ചു, പൂക്കളൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി. അങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ പ്രാവശ്യം കണി കണ്ടത്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു സാരി, ആ മയിൽപ്പീലിയൊക്കെ വെച്ചതെല്ലാം പോയി. സത്യം പറഞ്ഞാൽ ആ ഒരു ഹെവി ആയിട്ട് ഉണ്ടായിരുന്നതായിരുന്നു ഒരു ഹൈലൈറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. നമ്മൾ കണ്ട കണി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കാരണം ആ ബാക്ക്ഗ്രൗണ്ടിൽ അതില്ല. അപ്പോൾ ബാക്കി ഇനി കാണാം. അങ്ങനെ കണിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിലോട്ട് പോയി. 2 കുട്ടികൾ വരാനുണ്ടായിരുന്നു. അവർ രാവിലെ ആയപ്പോൾ വന്നു. അങ്ങനെ കുറച്ച് ലേറ്റായി, കുറച്ചല്ല അധികം നല്ല ലേറ്റായിട്ടാണ് അമ്പലത്തിലോട്ട് വന്നത്. കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ വേറെ 2-3 അമ്പലത്തിലും കൂടെ പോകായിരുന്നു. പക്ഷെ സാരമില്ല, കുഴപ്പമില്ല, നമ്മളിതിൽ ഹാപ്പിയാണ്. അങ്ങനെ എല്ലാവരും വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശപ്പായി. ഒന്നും കഴിക്കാണ്ടാണ് പോയത്. അതുപോലെ തന്നെ നല്ല ലേറ്റുമായി. അങ്ങനെ നല്ല ചൂട് ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചു. അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ അടുത്ത സദ്യ കഴിക്കാനായിട്ട് വാഴയില വെട്ടാൻ വന്നതാണെന്ന്. എന്നാൽ അല്ല, ഈ പ്രാവശ്യം സദ്യയൊന്നും ഒരുക്കിയില്ല. വീട്ടിൽ അന്ന് വെച്ച ചോറും കറിയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഴയില വെട്ടുന്നത്. പിള്ളേരൊക്കെ വന്നതല്ലേ, അതുകൊണ്ട് ചുമ്മാ വെറുതെ വാഴയിലയിൽ നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെയാണ് ഈ വാഴയില വെട്ടുന്നത്. അല്ലാണ്ട് ഈ പ്രാവശ്യം നമ്മൾ സദ്യയൊന്നും ഒരുക്കിയില്ല.
അങ്ങനെ വിഷുവിന് സദ്യ കഴിച്ചില്ലെങ്കിലും നമ്മൾ ഈ ഉള്ള കറിയും ചോറും കൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. അങ്ങനെ പിള്ളേരും എല്ലാവരുമായിട്ട് ഒത്തിരുന്ന് ആഹാരമൊക്കെ കഴിച്ച് കണിയൊക്കെ കണ്ട് അമ്പലത്തിലൊക്കെ പോയി. അങ്ങനെ ഈ പ്രാവശ്യത്തെ വിഷു അങ്ങനെയൊക്കെ അങ്ങ് പോയി. പിന്നെ പിള്ളേരെല്ലാവരുമായിട്ട് ഇരുന്ന് സംസാരിച്ചും കളി പറഞ്ഞും തമാശ പറഞ്ഞും കോമഡി പറഞ്ഞും ഒക്കെ അങ്ങനെ നല്ല രസമായിരുന്നു. അങ്ങനെ എൻ്റെ ഈ ഒരു വിഷു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബായ്.